എന്താ മോളെ വേണ്ടത്? ഞാനാ കൂട്ടിനകത്തുള്ള കോഴി. മോളെ ഈ ഇവിടെ തന്നെ വരണം എന്നുണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഈ റിസോർട്ട് തന്നെ മോൾക്ക് വേണോ? ഇവിടെ ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് അവൾ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ വീട് ഇവിടെയാ, വേറെ കൂട്ടുകാരിമാരൊന്നും ഇല്ല അവിടെ. എനിക്ക് ഈ ജില്ലയിൽ വേറെ കൂട്ടുകാരൊന്നും ഇല്ല. ഞാൻ മാത്രം തിരുവനന്തപുരം, ബാക്കി എല്ലാ കൂട്ടുകാരികളും വേറെ വേറെ ഒരേ ഈ ജില്ലയിലാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇവിടെ രാത്രി ഇത്തിരി വിശകാണ്, സൂക്ഷിച്ചൊക്കെ നിൽക്കണം. അതൊന്നും കുഴപ്പമില്ല അമ്മേ. എവിടെയാ അതിന്റെ മുതലാളി? ഇതിന്റെ മുതലാളിയാ? മുതലാളി ഇവിടെ പുറത്തെവിടെയോ പോയേക്കുവാ. ഓക്കെ. ഹലോ മിസ്റ്റർ കോഴിയമ്മ, പേരെന്താണ്? എൻ്റെ പേരാണ് മച്ചമ്പിക്കോഴി. സീരിയസ്ലി? സത്യം, എൻ്റെ പേര് മച്ചമ്പിക്കോഴി എന്നാണ്. ഇവിടുത്തെ ഓണർ നീ? ഓണർ? എവിടത്തെ ഓണർ? ഈ റിസോർട്ടിലെ ഓണർ. ഓ, ഈ റിസോർട്ടിലെ ഓണർ പുറത്ത് പോയേക്കുക. ഇതിപ്പോൾ നിന്നെ പോലത്തെ ഒരു കുട്ടി ഇവിടെ താമസിക്കാൻ വന്നിരുന്നു. ഇവിടെ തന്നെ വരണമെന്നുണ്ടായിരുന്നോ? ഏതൊരു പെൺകുട്ടിയാ? അതെ. എന്താ പ്രശ്നം? അവളെന്റെ കൂട്ടുകാരിയാ. നീ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ അവളും ഞാനും കൂടെ എന്തോ അവളുടെ എങ്ങാണ്ട് ബർത്ത്ഡേ പാർട്ടി എങ്ങാണ്ടാണ്. പിന്നെ അവളെന്തോ ഫാമിലി പ്രോബ്ലംസ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നു. അതാ. നിനക്ക് ഇവിടെ തന്നെ വരണമെന്നുണ്ടായിരുന്നോ? ഞാനും പറഞ്ഞതാ, ഇവിടെ ഇത്തിരി ഹോണ്ടഡ് എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഒരുമാതിരി ഹോണ്ടഡ് ഹൗസ് പോലെ ആയിരുന്നു. പക്ഷെ ഈ വീട് കാണുമ്പോൾ ഒരു നോർമൽ ലുക്ക് ഉണ്ട്. മോനെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി. ആൻറ്റി, പിന്നെ ഇവിടെ രാത്രി സമയങ്ങളിൽ ഇത്തിരി ഹോറോമാറ്റിക് എന്നൊക്കെ പറയണേ. ആന്റിന്റെ അമ്മൂമ്മ. ഞാൻ കോഴിയമ്മയുടെ കഴുതേ. നേരത്തെ മച്ചമ്പി കോഴി. ഞാൻ എൻ്റെ പേരാ പറഞ്ഞത്, പച്ചമ്പി കോഴി. അമ്മ എന്ന് പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. നീ എന്നെ കോഴിന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അമ്മ എന്ന് വിളിക്കണം, ആന്റിന്ന് വിളിക്കരുത്. അത് കുഴപ്പമില്ലെന്നാ തോന്നുന്നു. ഞങ്ങൾ താമസിച്ചിട്ടില്ലേ, ഞങ്ങൾ എപ്പോഴും കൂട്ടിനകത്തല്ലേ. വീടിനകത്ത് താമസിക്കുന്നവർക്കറിയാം. നിങ്ങൾ എന്തായാലും ചെന്ന് നോക്ക്. നിങ്ങൾ ഈ വീടിന് മുതലാണോ? അതെയല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവിടെ എന്താ പരിപാടി? ഞങ്ങൾക്ക് 2-3 ഒരാഴ്ച തന്നെ ഉണ്ട്. ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി ഫംഗ്ഷൻ എന്ന് അങ്ങനെ വല്ലതും ആണോ? മറ്റേ ഡോറ ബുജിയിലുള്ള ബുജി പോലത്തെ ചേക്കൻ പറഞ്ഞായിരുന്നു. അവ എന്തുവാടെ ഈ 2K തന്നെ അല്ലെങ്കിൽ ജെൻ ആൽഫയോ? എത്ര രൂപ എന്നാലും? 1700 ആവും. ഈ 3 1000-ന്റെ പിടിച്ചു. അപ്പോൾ ചേഞ്ച് ചെയ്യാറുണ്ടേ? 1000-ന്റെ അല്ല, 1700 തന്നെ കറക്റ്റ്. ഓക്കെ. പിന്നെ റൂമിൽ പോക്കോ. റൂം നമ്പർ 2-ാമത്തെ എന്ന് വെച്ചാൽ 52. ശരി. അപ്പോൾ പിന്നെ ഫ്രണ്ട് അവന് കേറ്റാമോ? ഫ്രണ്ട് മേളെ അല്ലെങ്കിൽ ഇരിക്കുകയാണ്. അവൻ നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്ന ആ കോഴിയായിട്ടും കണ്ട് ഡിസ്കഷൻ ആയപ്പോഴേക്കും തന്നെ അവൻ വന്നായിരുന്നു. അതൊന്നും അറിയില്ല. ഇവിടെ
ആകെ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഇവിടെ ഒരു കടുവ കണ്ടു വന്നപ്പോഴേക്കും കടുവ എന്തോ കരയണ സൗണ്ട് എങ്ങാണ്ട് കേട്ടു. എന്നിട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ വേണ്ട ഈ കണ്ണീർ തോർത്തിൻ്റെയും ഈ ടാപ്പിൻ്റെയൊക്കെ ഇടയിലായിട്ട് അതിൻ്റെ കുറേ ബോഡി പാർട്സ് എന്ന് വെച്ചാൽ എന്തുവാ കരളും കുടലും ഒക്കെ മരിച്ചിടന്നിട്ട് കണ്ട്. ഇതാണ്ട് ആ കറുത്ത കോഴിക്കുഞ്ഞാ പോകുന്ന വഴി അതാണ്ട് അവിടെ അപ്പോൾ എന്തോ ഒരു മിസ്റ്റീരിയസ് ഉണ്ടെന്നൊക്കെ പറയണത്. പിന്നെ ഉള്ളത് ആ റബ്ബർ മരം കണ്ടോ? ആ റബ്ബർ മരത്തിൽ 1972 ഏതോ ഒരാൾ പ്രേതം വന്നെന്ന് പറഞ്ഞ് തൂങ്ങി ചത്തിട്ടുണ്ട്. സൂക്ഷിച്ചോണം. ആ കോഴിയമ്മ പറഞ്ഞ പോലെ കോഴിയമ്മയ്ക്ക് എന്താ അറിയില്ല, അത് വോക്കലിനെങ്ങാണ്ട് പ്രശ്നമാണ്. അത് തൊണ്ടയ്ക്കകത്ത് എന്തോ റോബോട്ടിക് സെറ്റപ്പ് കണ്ട ആ സൗണ്ട്. പൈസ ബാഗിനൊക്കെ നീ ഇവിടെ എപ്പോ വന്ന്? പട്ടി വിളിച്ചെങ്കിലും പറഞ്ഞു വിടായിരുന്നാ? വിളിക്കാൻ ഫോൺ ഞാൻ എടുത്തില്ല. എന്നിട്ട് സിം എങ്ങാണ്ട് ഓഫായി കിടക്കണം. എന്തെങ്കിലും ആയിട്ട് നമുക്ക് എന്തായാലും റൂമിനകത്ത് കയറാം. വാതിൽ അതാ ആ അങ്ങനെ പറഞ്ഞ താക്കോലൊന്നും വേണ്ടത് പൂട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും താക്കോലുണ്ട്. ചോരക്കറിയൊന്നുമില്ല പോയേ.